പഠിക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കാറില്ല. ഈ 42 എൻട്രൻസുകൾക്കും 11ലെയും 12ലെയും പോർഷനിൽ നിന്നല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ്. അതായത് ഒരു എംടെക്കുകാര് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള നോളജും എക്സ്പീരിയൻസും ഇവിടെ +2 കഴിയുമ്പോൾ തന്നെ അവർക്ക് നേടിയെടുക്കും ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 10th പഠിക്കുന്നവരോ അല്ലെങ്കിൽ 10th കഴിഞ്ഞ് 11ലേക്കും 12ലേക്കും ഒക്കെ പോകുന്ന കുട്ടികളാണോ നിങ്ങൾ? അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസോ റിലേറ്റീവ്സോ ഒക്കെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓർക്കുക, ഈ 11ലെയും 12ലെയും ഒക്കെ പഠനം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പഠനമാണ്. നമ്മുടെ ജീവിതത്തിലെ തന്നെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ് ഈ കാലം. അപ്പോൾ ഈ 11ലെയും 12ലെയും ഒക്കെ പഠനം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ സ്കിൽസ് ആൻഡ് നോളജാണ് അക്വയർ ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം ഇക്കാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ പ്രചാരം നേടുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഈ 11ലെയും 12ലെയും ഒക്കെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന കൺസെപ്റ്റ്. എന്താണ് ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂള്? അതിൻ്റെ ആവശ്യകത എന്താണ്? അങ്ങനെയുള്ള പഠനത്തിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പാക്കണം? ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു എക്സ്പേർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ +1 +2 പഠനത്തോടൊക്കെയുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന കൺസെപ്റ്റ് ഇന്ന് കേരളത്തിൽ വളരെ പോപ്പുലറൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ പാതിരപ്പള്ളിയിലുള്ള ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള റോജസ് ജോസ് സാറാണ്. സാർ, വെൽക്കം ടു കരിയർ പാത്വേ. സാർ, നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന കൺസെപ്റ്റ് അതെന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്നും കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? ഞാൻ ഒരു മാത്സിന്റെ ട്യൂഷൻ പഠിപ്പിച്ചാണ് ഈ ആൽഫ അക്കാഡമി എന്നൊരു സ്ഥാനം ആലപ്പുഴയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഏകദേശം ഒരു 16 വർഷത്തോളം മെഡിക്കൽ എഞ്ചിനീയറിംഗിന് കോച്ചിങ് ക്ലാസ്സുകൾ കുട്ടികൾക്ക് പഠിപ്പിക്കുകയായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു 16 വർഷത്തോളം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, മെഡിക്കൽ എഞ്ചിനീയറിംഗിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കൊരു ഈസി വേയിൽ എങ്ങനെ 11th 12th എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇനി ആ കോൺസെപ്റ്റിനകത്ത് ഇന്റഗ്രേറ്റഡ് എന്നത് ചിന്തിക്കുന്നത് എൻട്രൻസ് കോച്ചിങ്ങിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടല്ല. കാര്യം അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ലൈഫ് സ്പാൻ നമുക്കറിയാം, ഒരു 10-80 വർഷമൊക്കെ ജീവിച്ചിരിക്കും നമുക്ക് കരുതാം. ഓക്കെ, അത്രയും കാലം ജീവിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ 15ാമത്തെ വയസ്സ് 15 എന്ന് പറയുമ്പോൾ അവർ 10ാം ക്ലാസ് കഴിയുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം 11th 12th എന്ന് പറഞ്ഞ 2 വർഷം പഠിക്കുന്നു. അതാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സ്കൂളിന്റെ സിസ്റ്റം ഒക്കെ പോകുന്നത് അവിടെയാണ്. +1 +2 സമയത്താണ്. ആ സമയത്താണ് ഈ എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതേണ്ടത്. ശരി. അതിനുശേഷം പിന്നെ ഒരു 63 ഇയേഴ്സ്. ഓക്കെ. അപ്പൊ ഈ 63 ഇയേഴ്സിൽ അവർ ജീവിക്കുമ്പോൾ ആ +2 ശേഷം അവർ എൻ്ററാവുന്ന കോഴ്സുകളിലൂടെയാണ് അവരുടെ പ്രൊഫഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഫ്യൂച്ചർ മുഴുവൻ ഇവിടെയാണ് അതിന്റെ വെറുതെ ഒരു ടേണിംഗ് പോയിന്റ് അല്ല. ഒരു +2 ശേഷം ഒരു IISTയുടെ ക്യാമ്പസിൽ പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ ലൈഫ് ലോങ് സയന്റിസ്റ്റ് ആയി കഴിയും. +2 ശേഷം ഒരു NDA ത്രൂ ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഓഫീസർ ആയി പോകുന്നു. അത് IITയിൽ കിട്ടിയാലോ, എയിംസിൽ കിട്ടിയാലോ, അല്ലെങ്കിൽ IMUCET കിട്ടിയാലോ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നഴ്സിംഗ്, അതായത് +2 ശേഷം ഒരു അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിലൂടെയാണ് ഇവരുടെ 63 വർഷം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡാണ് ഈ 2 വർഷം എന്ന് പറയുന്നത്. അപ്പൊ ചിലര് ഈ സമയത്ത് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ശരി. എന്നിട്ട് +2 ശേഷം അങ്ങ് പഠിക്കും. പിന്നെ ഒരു 10 വർഷം കടന്ന് സ്ട്രഗിൾ ചെയ്താൽ പോലും എങ്ങും എത്താതെ പോകുന്നത് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 വർഷം പഠനത്തിന് മാത്രമല്ല, അവിടെ ഒത്തിരി കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ശരി. +1 +2 പഠിക്കുന്ന സമയത്ത് എൻട്രൻസിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ശരി. ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പം ഇന്ത്യയിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പൊ കേരളത്തിലല്ല, അതൊരു സ്റ്റേറ്റിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഇവൻ നമ്മൾ തമിഴ്നാട്ടിൽ പോകുന്നു, അല്ലെ കർണാടകത്തിൽ പോകുന്നു. അപ്പൊ നമുക്ക് അവിടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ. ഓക്കെ, ഇനി ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് പഠിച്ചാൽ അതിങ്ങനത്തെ കോച്ചിങ് നമ്മളിവിടെ നമ്മുടെ സ്കൂളിൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുക. ശരി. ഓക്കെ, റൈറ്റ്. 11th 12th എന്ന് പറയുന്ന 2 വർഷം പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ +2 തലത്തിൽ അവർക്ക് എഴുതാവുന്ന 42ഓളം എൻട്രൻസ് പരീക്ഷകളും.
നമുക്ക് ശരിക്കും അറിയാം, നമ്മൾ ചിന്തിക്കുന്ന ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനല്ല. ഒരു +2 പഠിക്കുന്ന സമയത്ത് 17ാമത്തെ വയസ്സിൽ എഴുതാൻ 42ഓളം എൻട്രൻസ് വരിക. അപ്പൊ ഇതെല്ലാം ഇവരെ അവെയർ ആക്കണം. എന്നിട്ട് ഇതിൽ അവരുടെ ടേസ്റ്റ് ഏതാണ്? ഒരു ഫാഷൻ ഡിസൈനിങ് ഫീൽഡിലേക്ക് പോകാനുള്ളവർക്ക് നിഫ്റ്റ് എക്സാമിനേഷൻ എഴുതാം. ഒരു ഡിസൈനിങ് കോഴ്സിലേക്ക് പോകാൻ അത് ഏറ്റവും ടോപ്പ് IIT-യുടെ ക്യാമ്പസ് ഡിസൈനിങ് കോഴ്സ് പഠിക്കാം. ശരി, അതിന് നമ്മൾ UC'യുടെ എക്സാമിനേഷൻ എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ എൻട്രൻസുകളെ കുറിച്ചും അവെയർ ആവും. എന്നിട്ട് അതിൽ എന്റെ ടേസ്റ്റ് ഏതാണ്, എന്റെ സ്കിൽ എവിടെയാണ്, എന്റെ ആപ്റ്റിറ്റ്യൂഡ് ഏതാണ്, അതിനനുസരിച്ചൊരു ട്രെയിനിങ് 11th 12th സമയത്ത് കൊടുക്കുക. അപ്പം +1 +2 എൻട്രൻസിനുള്ള ട്രെയിനിങ്ങും അതിനോടൊപ്പം തന്നെ ലാംഗ്വേജ് സ്കിൽ, ജർമ്മൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇതിനകത്തുള്ള സ്കിൽ ഡെവലപ്മെന്റ്, പ്ലസ് യോഗ, മെഡിറ്റേഷന്, ഫിറ്റ്നസ് ക്ലാസ്സുകൾ എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതിനെങ്ങനെ സമയം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു സ്കൂൾ തുടങ്ങിയത്. അതായത് ഒരു നോർമൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി Monday to Saturday സ്കൂളിൽ പോകുന്നു. ആ സ്കൂളിൽ പഠിപ്പിച്ചത് ശരിയാക്കാൻ പിന്നെ ട്യൂഷന് പോകണം. ശരി, അപ്പൊ അവർക്ക് സമയം കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ 11th 12th ആ 2 വർഷം Monday to Saturday സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സ്കൂൾ അവേഴ്സിൽ തന്നെ നമ്മുടെ സ്കൂളിലത്തെ ടോപ്പിക്ക് പഠിപ്പിച്ചങ്ങ് തീർക്കുക. ശരി. അപ്പൊ ഇവിടെ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ +2 തലത്തിൽ 42ഓളം എൻട്രൻസുകൾ എഴുതാന്ന് പറഞ്ഞേ, ഈ 42 എൻട്രൻസുകൾക്കും 11th 12th പോർഷനിൽ നല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പൊ ഇവിടെ തറവായിട്ട് പോവുക വളരെ പ്രധാനം. നമുക്കൊരു GK വേണ്ട, അല്ലെങ്കിൽ ഡിഫറെന്റ് നോളജ് വേണ്ട. നമുക്കറിയാം, ഈവൻ 10ാം ക്ലാസ്സുകാർക്ക് പറ്റുന്ന ഒരു PSCയുടെ UPSC LD ക്ലർക്ക് LDC എക്സാമിനേഷൻ എഴുതണമെങ്കിൽ തന്നെ നമ്മൾ എന്തെല്ലാം പഠിക്കണം. കറണ്ട് അഫയേഴ്സും ഇന്ന് വരെ വേണം. പക്ഷെ അതേസമയം ഒരു IIT-യിലും എയിംസിലും ISRO-യിലും റെയിൽവേയും കിട്ടുന്നവർക്ക് പോലും സിലബസ് ബേസ്ഡ് മാത്രം മതി. അപ്പൊ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് വേറെ ട്യൂഷൻ വേണ്ട, വേറെ കോച്ചിങ് വേണ്ട. ശരി, സ്കൂൾ അവേഴ്സ് തന്നെ ഇതെല്ലാം തീരുവ. അതിന്റെ കൂടെ തന്നെ ആ സെയിം ടൈമിൽ ഇവർ ജർമ്മൻ ലാംഗ്വേജും പഠിക്കുന്നു. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഫ്ലുവന്റ് ആക്കുന്നു. സ്കൂൾ 4:45 തീരും. ബാക്കിയുള്ള സ്കൂളിലെ കുട്ടികൾ അതിനുശേഷം ട്യൂഷൻ ഓടുക. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരം യോഗ ക്ലാസ്സിനും സുംബ ക്ലാസ്സിനും മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞാൽ അവര് ടീച്ചേഴ്സിന്റെ കൂടത്താണ് താമസിക്കുന്നത്. അവരുടെ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഫുള്ളി റെസിഡൻഷ്യൽ അല്ല. ഒരു 10% കുട്ടികൾ നമുക്ക് ഡേ സ്കോളേഴ്സ് ലോക്കലായിട്ടുള്ളവരാണ്. അത് അവരുടെ ഒരു നിർബന്ധം കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഫുള്ളി റെസിഡൻഷ്യലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ടീച്ചേഴ്സിന്റെ കൂടെ തന്നെയാണ് ഇവര് താമസം. അപ്പൊ അന്ന് സ്കൂൾ അവേഴ്സ് കഴിഞ്ഞു, ഇതുപോലുള്ള ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷം അന്ന് പഠിപ്പിച്ചതിനകത്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ടീച്ചേഴ്സിന്റെ ക്ലാരിഫൈ ചെയ്യാനായിട്ടൊക്കെ ഉള്ള തീർത്ത് പോവുക അവസരമുണ്ട്. അപ്പം ആ ഒരു റെസിഡൻഷ്യൽ അതും ഒരു ഉപകാരപ്രദമാണ്. നമ്മളുടെ ഈ ഇത്രയും കാര്യം അതുകൊണ്ട് തന്നെ സമയം ഇനഫാണ്. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ചോദ്യം സാറിനോട് ചോദിക്കുന്നത്, നമ്മളിപ്പം ഒത്തിരി എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവിടെ ഒരു സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ ഈവനിങ് ടൈം, അപ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു എഫക്റ്റീവ്നെസ്സിൽ ഒരു ഡിഫറൻസ് ഉണ്ടോ? റിസൾട്ടിലേക്ക് അത് വരുന്നുണ്ടോ? അതിനകത്ത് സാറിന് ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, എങ്കിലും ഞാനൊന്ന് പറയാം. ഇപ്പൊ നമുക്ക് 25 years ആയി. 25 years ആയിട്ട് നമുക്ക് ആലപ്പുഴയിലെ സിംഗിൾ സെന്റർ അല്ല, അത് ഇന്ന് വരെ ഒരു ബ്രാഞ്ച് ഇല്ല. ശരി. ഇപ്പൊ നമ്മുടെ സ്കൂൾ ക്യാമ്പസ് സാറ് വന്നപ്പം കണ്ട എത്ര സുന്ദരമായ ഒരു ക്യാമ്പസ്, 4 ഏക്കറിലുള്ള എല്ലാ ഹൈടെക് ഫെസിലിറ്റിയോട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണേ ഒരു ബ്രാഞ്ച് ഇടാൻ കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ലെന്ന് സാറിന് മനസ്സിലാവുമോ? നമ്മൾ ഇതുവരെ ബ്രാഞ്ച് ഇല്ല. അതായത് ആൽഫ അക്കാഡമി റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പഠിക്കുന്ന 250 കുട്ടികളിൽ നിന്നാണ്. പക്ഷെ മറ്റുള്ള എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഒരു 50 സ്ഥാപനങ്ങൾ ഈ 50 ബ്രാഞ്ചിലൂടെ 1 ലക്ഷം കുട്ടികളെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഈ 1 ലക്ഷം കുട്ടികൾ പഠിച്ചിട്ടാണ് അവിടുന്ന് 1000 പേരോ 2000 പേരോ ജയിച്ചു. ബാക്കി അതിലൊരു 98,000 കുട്ടികളും കിട്ടാതെ പോകുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മളിവിടെ 100% റിസൾട്ട്, അത് അവരുടെ ബോർഡ് എക്സാമിനേഷൻ ആണേലും ഇതേപോലെ എൻട്രൻസ് പരീക്ഷകൾക്കാണേലും അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ ആണേലും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ആൽഫ ജീനീസ് അക്കാഡമിയിൽ നമുക്ക് എത്ര സീറ്റുകളുണ്ട്? അത് +1 +2 സയൻസ് മാത്രമല്ല ഉള്ളൂ, സ്റ്റേറ്റ് സിലബസ് ആണോ? ആ കാര്യങ്ങളൊന്നും നമ്മുടെ സ്കൂൾ ഇപ്പൊ നമുക്കൊരു സ്റ്റേറ്റ് ബോർഡോ CBSEയോ ISCയോ ഏത് പഠിച്ചാലും NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ് 11th 12th പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ സ്കൂൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ബോർഡിന്റെ പബ്ലിക് എക്സാം എഴുതിക്കുന്നത്
കാര്യം സ്റ്റേറ്റ് ബോർഡിന്റെ പബ്ലിക് എക്സാം കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഓ റൈറ്റ്, ഓക്കെ. ഓക്കെ, ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയാണ് പിന്നെ ഫസ്റ്റ് ഇയറിന് പബ്ലിക് എക്സാം ഉണ്ട്. ശരി. CBSE ISC ഫസ്റ്റ് ഇയർ എക്സാം ഇല്ല. അപ്പൊ നമുക്ക് പബ്ലിക് എക്സാം ഉള്ളതുകൊണ്ട് ഗുണം ഫസ്റ്റ് ഇയറും കുട്ടികൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പഠിക്കും, സെക്കൻഡ് ഇയറും നന്നായിട്ട് പഠിക്കും. ശരി. അത് എൻട്രൻസിന്റെ മാർക്ക് പെർഫോം ചെയ്യാൻ കുട്ടികൾക്ക് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. ഈ സ്റ്റേറ്റ് ബോർഡിൽ തന്നെ നമുക്ക് 3 സ്ട്രീം ഉണ്ട്. ഓക്കെ. ബയോളജി സയൻസ് ഉണ്ട്. ബയോളജി സയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ബയോളജിയും വരും, മാത്സും വരും, ഫിസിക്സ് കെമിസ്ട്രിയും വരും, പ്ലസ് ജർമ്മൻ ലാംഗ്വേജും ഉണ്ട്. ഓ റൈറ്റ്, ഓക്കെ. ഓക്കെ, ഇംഗ്ലീഷും വരും, ജർമ്മൻ ലാംഗ്വേജും വരും. ശരി. ഓക്കെ. അപ്പൊ ഇവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബയോളജി സയൻസിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാ മേഖലകളും ഓപ്പൺ ആണ്. ഓക്കെ. മെഡിക്കൽ സെക്ടറും എഞ്ചിനീയറിംഗ് സെക്ടറും. ഈവൻ നോൺ സയൻസും കൊമേഴ്സും. അതെ, ഇവർക്ക് സയൻസ് പഠിച്ചവർക്ക് ഹ്യൂമാനിറ്റീസിലോ കൊമേഴ്സിലൊക്കെ എങ്ങോട്ട് വേണേലും പോകാൻ. അപ്പൊ വേൾഡിലെ എല്ലാ ജോബ് മാർക്കറ്റിലെ 100% വേക്കൻസിയും ഇവർക്ക് ഓപ്പൺ ആണ്. ഇനി രണ്ടാമത്തെ ഒരു സ്ട്രീം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അവിടെ ബയോളജി ഇല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ. അപ്പൊ അവർക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലെ എല്ലാ ഫീൽഡിലേക്കും പോകാം. ഓക്കെ, അവർക്ക് മെഡിക്കൽ മാത്രം പറ്റത്തില്ല. ശരി, ശരി. മൂന്നാമത്തെ ഒരു സ്ട്രീം എന്ന് പറയുന്നത് ബയോ സൈക്കോളജി ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി, മാത്സ് ഇല്ല. അപ്പൊ അവർക്ക് എഞ്ചിനീയറിംഗ് മേഖല പോകാൻ പറ്റില്ല. മെഡിക്കൽ റിലേറ്റഡ്, പാരാമെഡിക്കൽ, അങ്ങനെ എല്ലാം ഓപ്പൺ ആയിരിക്കും. എല്ലാം ഓപ്പൺ. അങ്ങനെ 3 സ്ട്രീമാണ് നമുക്കുള്ളത്. ഓക്കെ, റൈറ്റ്. ഓക്കെ. ഇനി ഈ 3 സ്ട്രീം കൂടെ നമുക്കിവിടെ +1 11th നമ്മൾ 250 സീറ്റേ ഉള്ളൂ. 11th 250, 12th 250, അങ്ങനെ 500 സ്റ്റുഡൻസ് ആണ് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഈ 250 സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ക്രീനിങ് നടത്തിയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. നമുക്ക് എബ്രോഡ് എന്നുള്ള കുട്ടികളുണ്ട് ധാരാളം. പിന്നെ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള സെലക്ടഡ് സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിസിപ്ലിനും ആ ഒരു യൂണിറ്റിയും ഒക്കെ നമ്മുടെ ക്യാമ്പസ്. സാറേ, ഇത് പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ 11th 12th പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു ഓവർ ബേർഡൻ ആയി മാറാറുണ്ടോ, സ്ട്രെസ് ആകാറുണ്ടോ? സാറിപ്പം സ്കൂളിൽ രാവിലെ വന്ന സമയത്ത് ഇന്റർവെൽ ടൈമിലൊക്കെ നമ്മുടെ കുട്ടികളെ കണ്ടില്ലേ, ഇവരൊക്കെ വളരെ എൻജോയ് ചെയ്തില്ലേ എന്നാണ്. ഓക്കെ. പിന്നെ നമ്മുടെ റിസൾട്ട് എല്ലാം ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അവർക്ക് ആ റിസൾട്ടും വാങ്ങിയത് കണ്ടില്ലേ. അപ്പം നമുക്കറിയാം, ഒരു ജീവിതത്തിൽ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിനെ എടുത്താലും ഇന്ത്യൻ പ്രസിഡന്റിനെ എടുത്താലും ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളെ എടുത്താലും എല്ലാവർക്കും 24 hours. ഓക്കെ, ശരി. നമ്മൾ മെജോറിറ്റി ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് സമയം തികയുന്നില്ല. ഓക്കെ. അപ്പൊ ഈ വലിയ വലിയ ആൾക്കാർക്ക് സമയം തികയുന്നതോ? ശരി. ഇപ്പൊ സമയം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ ബേർഡൻ എന്ന് പറയുക മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ്. അത് കുട്ടികൾക്ക് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കുന്നു. എങ്ങനെ പഠിക്കണം അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും പഠിക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കാറില്ല, എങ്ങനെ മെമ്മറൈസ് ചെയ്യണമെന്ന് പഠിക്കാറില്ല. ശരി. അപ്പൊ ഇതെല്ലാം ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇതിന് ഈസി ആയിട്ട്, അപ്പൊ റൈറ്റ് വേയിലൂടെ പോവുകയാണെങ്കിൽ ഇതെല്ലാം അവർക്ക് മാനേജ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ് സാർ പറയുന്നത്. ഓക്കെ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ നമ്മൾ 2 year, അതായത് +1 +2 കൊണ്ട് ഒരു 3 yearന്റെ പ്രോസസ്സ് തന്നെ കുട്ടികളിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ. നമ്മുടെ ഒരു 11th 12th എന്ന് പറഞ്ഞ 2 വർഷമാണ്, 2 അക്കാഡമിക് ഇയർ ആണ്. പക്ഷേ നമ്മൾ ആ 2 വർഷം 24 മാസത്തിനെ നമ്മൾ 3 അക്കാഡമിക് ഇയർ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ശരി, മനസ്സിലായി. അതായത് +1 എന്ന് പറയുന്നത് നമ്മളൊന്നും സ്പ്ലിറ്റ് ചെയ്തില്ല. ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിപ്പിക്കും. കാര്യം സെക്കൻഡ് ഇയറിന്റെയും ബേസ് കിടക്കുന്ന ഫസ്റ്റ് ഇയറിലാണ്. ഓക്കെ. 10th ക്ലാസ് വരെ പഠിച്ചതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതും ഈ 11th അപ്പൊ ഫസ്റ്റ് ഇയർ നമ്മളെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കും. ശരി. വളരെ സ്ലോയില് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നന്നായിട്ട് പഠിപ്പിക്കും. സെക്കൻഡ് ഇയറിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ ഇല്ല, ഒരു 2 ആഴ്ച വെക്കേഷൻ കൊടുക്കും. എന്നിട്ട് ഏപ്രിൽ തൊട്ട് ഒരു ഓണം ഒക്കെ കഴിയുമ്പോൾ തന്നെ സെക്കൻഡ് ഇയർ തീർക്കും, കംപ്ലീറ്റ് ആവും. ഈ ബേസ് ക്ലിയർ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയർ നമുക്ക് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എന്നിട്ട് സെക്കൻഡ് ഇയറിന്റെ ഒരു ഓണത്തിന് ശേഷം, സെപ്റ്റംബറിന് ശേഷം അവസാനത്തെ ഒരു 6 മാസം റിപ്പീറ്റേഴ്സിനെ പഠിപ്പിക്കുന്ന പോലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ചേർത്തുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. അപ്പം ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇവർ റിപ്പീറ്റും കൂടെ ചെയ്തിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ ഇത്രയും വലിയൊരു വിജയം. കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിനേഷനിൽ 720 710 ആണ് നമ്മുടെ ടോപ്പ്. എഞ്ചിനീയറിംഗിന് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ 24 48 ആണ് നമ്മുടെ റാങ്ക്. അപ്പൊ ഈ ബോർഡ് എക്സാമിനേഷന് 100% റിസൾട്ടും അതുപോലെ നമ്മുടെ എൻട്രൻസ് വഴി നമ്മുടെ മെജോറിറ്റി സ്റ്റുഡൻസും ഏതെങ്കിലും ഒരു മേഖലയിൽ, അത് മെഡിക്കൽ എന്നോ എഞ്ചിനീയറിംഗ് എന്നോ അഗ്രികൾച്ചർ എന്നോ ആയുർവേദോ ഹോമിയോ വെറ്റിനറിയോ അല്ലെങ്കിൽ IMU VIT-കളോ നാഷണൽ ഡിഫൻസ് അക്കാഡമി എവിടെങ്കിലും ഫസ്റ്റ് ചാൻസിൽ പ്ലേസ്ഡ് ആകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സാറേ, ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്, അതും കൂടി ഒന്ന് വിശദമാക്കാമോ? ഫ്യൂച്ചർ ഒത്തിരി പ്ലാൻ ഉണ്ട്. അതിൽ ഒരു ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ എന്ന് പറയുന്നത്
ഇപ്പൊ +2 കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്കെല്ലാം പഠനത്തിന്റെ കൂടെ ഓക്കെ ഇപ്പൊ ഡിഗ്രി പഠിച്ചാലും അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഏത് കോഴ്സുകൾ പഠിച്ചാലും അതിന്റെ കൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ അങ്ങനെയാണല്ലോ. ശരി ശരി അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ വിദേശത്തോട്ടൊക്കെ ഒന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് ജോബ് വരുമാനം ഉണ്ടാക്കാന്നൊക്കെ ആഗ്രഹിക്കും. ശരി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഓൺവേർഡ്സ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയുമായിട്ട് ടൈപ്പ് ആകുകയാണ്. ഓ ശരി അപ്പൊ നമ്മുടെ സ്കൂളിന്റെ ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുവാണ്. ഓ ശരി ശരി ഓക്കെ എന്നിട്ട് ആ കമ്പനിയുടെ ആൾക്കാർ ഇവിടെ ഇരുന്ന് അവരുടേതായ വർക്കുകളെല്ലാം അവർ ചെയ്യും. പ്ലസ് അതിനോടൊപ്പം 11th 12th പഠിക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മെഡിക്കൽ സെക്ടറിലെയും എഞ്ചിനീയറിംഗ് സെക്ടറിലെയും എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ട് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ആ അവരുടെ ഇന്നോവേറ്റീവ് വർക്കുകളുടെ ഒരു പാർട്ടായിട്ട് നമ്മുടെ കുട്ടികൾ ഈ സ്റ്റുഡൻസിനെയും കൂടെ ഇത് ചെയ്യും അതിലൂടെ ഒരു ഏണിങ് അവർക്ക് ഏനോടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏൺ വൈല്യൂ ലാൻ ആ ഒരു കൺസെപ്റ്റോടെ ഡെവലപ്പ് ചെയ്യാൻ. അതായത് ഒരു എംടെക്കുകാര് ആ പഠിച്ചു കഴിഞ്ഞിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള നോളജും എക്സ്പീരിയൻസും ഓക്കെ ഇവിടെ +2 കഴിയുമ്പോൾ തന്നെ അവർക്ക് നേടിയെടുക്കും. ചെയ്യാന്നുള്ള അതായത് നല്ലൊരു ഇതാണ്. അപ്പോൾ സാറിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ വിജയകരമായി മുന്നോട്ടേക്ക് പോട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് +1 +2 എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് എന്നും ആ പീരീഡിൽ കുറേ അധികം സ്കില്ലുകൾ നോളജൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ആണ് എന്നുമാണ് റോജർ സാറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിന് സഹായകരമായ ഒരു പ്രവർത്തനമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ളത്. അപ്പോൾ അത് സാറ് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത്രയും ഇൻഫർമേഷൻ ഷെയർ ചെയ്തതെന്ന് സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ, അതായത് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, ആലപ്പുഴ ജില്ലയിലെ പാതിരപ്പള്ളിയിലുള്ള ആൽഫ ജീനിസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം, അഡ്മിഷൻ പ്രോസസ്സൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം, വെബ്സൈറ്റ് പോലുള്ള ഡീറ്റെയിൽസും നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സ്കൂളിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, പ്രത്യേകിച്ച് ഈ 10th ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം, എവിടെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുവാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ, ഒരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.